ചെങ്ങന്നൂരിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നേക്കും. ഇതുവരെ 17 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. മൂഴിയാർ ഡാം തുറന്നതോടെ ചെങ്ങന്നൂരിൽ ആശങ്ക ഉയരുന്നുണ്ട്. പുതനൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ജോസി ബാബു ചേരുകയാണ്. പമ്പയിലും അച്ചൻകോവിലാറ്റിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ക്യാമ്പുകൾ തുടങ്ങുകയാണ്. ചെങ്ങന്നൂർ താലൂക്കിൽ ചെങ്ങന്നൂരിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. രാവിലെ മുതൽ നമ്മൾ പലയിടത്തെയും കാഴ്ചകൾ പങ്കുവച്ചതാണ്. തിരുവൻമണ്ടൂർ അടക്കമുള്ള പാണ്ടാട് അടക്കമുള്ള പഞ്ചായത്തുകൾ വെള്ളക്കെട്ടിലാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബുധനൂർ പഞ്ചായത്തിലാണ്. ബുധനൂർ പഞ്ചായത്തിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിലാണ്. അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ പല ആളുകളും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയാണ്. അതോടൊപ്പം തന്നെ വരുന്ന കുടുംബങ്ങൾ അവരുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തും. പഞ്ചായത്തിൻ്റെയും അതോടൊപ്പം ആരോഗ്യവകുപ്പിൻ്റെയൊക്കെ ജീവനക്കാർ ഇവിടെയുണ്ട്. 96ഓളം അംഗങ്ങളുണ്ട്. 31ഓളം കുടുംബങ്ങൾ ഈ ക്യാമ്പിലുണ്ട്. ഈ ക്യാമ്പിലുള്ള ചില അംഗങ്ങൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഗോപി. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സാഹചര്യം? എങ്ങനെയാണ് സാഹചര്യം എന്ന് പറഞ്ഞാൽ വടക്ക് പമ്പയാറ്, പിന്നെ പടിഞ്ഞാറ് അച്ചൻകോവിലാറ്, ഇതിനെ കൊണ്ട് സന്ധിക്ക് ഇതിന് പരുമല വന്നിട്ട് ഇത് തള്ളി അകത്തോട്ട് കയറുക. അകത്തോട്ട് കയറി പാടം മുഴുവൻ കവിഞ്ഞ് വീടുകളിലെല്ലാം കയറുക. വീടുകളെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ പരമാവധി വീട്ടിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ആ കയറിയ ആൾക്കാരെല്ലാം കൂടെ ബുധനൂർ ഹയർ സെക്കൻഡറി സ്കൂളാണ് ആശ്രയം. അവിടെയാണ് എല്ലാ വർഷവും ഇവിടെ ചെയ്യുന്നത്. വീട്ടിലെല്ലാം വെള്ളം കയറി. ഞങ്ങളെ വീട്ടിൽ നിന്ന് വെള്ളത്തോട് കൂടി ഇറങ്ങി വള്ളത്തെ കയറി ഇവിടെ വരുന്നത്. മരുന്നുകളും എല്ലാം കിട്ടി. എങ്ങനെയുണ്ട് ക്യാമ്പിലെ സാഹചര്യം? ജീവിത സുഖമാണ്. എല്ലാ വർഷവും ഇത് തന്നെയാണല്ലേ? തന്നെയാ. പിന്നെ വരാതിരിക്കാനൊക്കെ വീടെല്ലാം വെള്ളം കയറി പോയി. പിന്നെ സാധനങ്ങളെല്ലാം പോയി. പിന്നെ ഇനി ഞങ്ങൾക്ക് ആശ്രയം ഉള്ളത് ഇവിടെയാ. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ചേട്ടാ, ഇനി മൂഴിയാർ ഡാമും കൂടെ തുറക്കുമ്പോൾ കുറച്ചുകൂടെ വെള്ളം വരവായിരിക്കും. വെള്ളം വരും. 2 അടി വെള്ളം കൂടെ പോകും. ഒരു 4 മണിക്കൂറിനുള്ളിൽ വെള്ളം കയറും വീടിനകത്ത്. ഉള്ളിൽ കയറും. ഇപ്പം തന്നെ വീടിൻ്റെ അത് ഒരു 1 അടി വെള്ളം കൂടെ കൂടുതൽ കിടക്കുക. മാക്സിമം വെള്ളം കയറും. ഇപ്പം കൂടുതൽ കുടുംബങ്ങൾ വരാറുണ്ട്. 2-3 ദിവസം എടുക്കുമല്ലേ വെള്ളം? മഴയൊക്കെ മാറിയാലും പോരാണ്ട് ഒഴുകി പോകണമെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞ് വെള്ളം വലിയത്തുള്ളൂ. എന്നാലും ഭയങ്കര പോച്ച കളഞ്ഞ് വലിയ സ്മെല്ലും ദുർഗന്ധവും ഒക്കെ ആയിരിക്കും. ഭയങ്കര രോഗാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ് വരുന്നത്. ഭക്ഷണമൊക്കെ ഉച്ചയ്ക്ക് എല്ലാവരും വെച്ച് കഴിച്ചു അല്ലേ? എല്ലാം നല്ലവണ്ണം സഹകരണം ഇവിടെ കിട്ടുന്നുണ്ട് ബുധനൂർ സ്കൂളിൽ. എന്തായാലും പഞ്ചായത്തിൻ്റെ അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിൻ്റെയൊക്കെ നേതൃത്വത്തിൽ മറ്റ് ക്രമീകരണങ്ങൾ, ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വളർത്തു മൃഗങ്ങളെ അടക്കമാണ് പല ആളുകളും അവരുടെ വീട്ടിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും വെള്ളം പൂർണ്ണമായും മാറി തെളിഞ്ഞ കാലാവസ്ഥ വന്നാൽ 2-3 ദിവസമെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ വീട്ടിലേക്ക് മടങ്ങാൻ ഇവർക്ക് കഴിയൂ എന്നുള്ളൊരു ദുരവസ്ഥയുണ്ട്. എന്തായാലും മണിമലയാറ്റിലും അതോടൊപ്പം അച്ചൻകോവിലാറ്റിലും പമ്പയാറ്റിലുമൊക്കെയും ജലനിരപ്പ് കൂടുകയാണ്. അത് വലിയ പ്രതിസന്ധിയാണ് ചെങ്ങന്നൂരിലും അതോടൊപ്പം തന്നെ കുട്ടനാടും അടക്കമുള്ള ആലപ്പുഴ ജില്ലയിലെ വിവിധ മേഖലകളിൽ സൃഷ്ടിക്കുന്നത്. ലേഷ് കാഞ്ഞികാവിനോടൊപ്പം ബുധനൂരിൽ നിന്നും ജോസി ബാബു, മീഡിയ 1.